നമസ്കാരം, വെൽക്കം ബാക്ക്. എക്സാം പോയിന്റിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ 6ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിലെ സ്നേഹസ്പർശം എന്ന ആദ്യ യൂണിറ്റിലെ 3ാമത്തെ പാഠഭാഗമാണ് പഠിക്കാനായി പോകുന്നത്. പാഠഭാഗത്തിന്റെ പേര് വേഗമുറങ്ങൂ. എഴുതിയിരിക്കുന്നത് കെ സച്ചിദാനന്ദൻ. വളരെ മനോഹരമായിട്ടുള്ള ഒരു താരാട്ടുപാട്ട് തന്നെയാണ് വേഗമുറങ്ങൂ എന്ന ഈ ഒരു കൊച്ചു കവിത. വളരെ എളുപ്പത്തിൽ നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങാൻ കഴിയുന്ന വളരെ ചെറിയൊരു കവിത തന്നെയാണ് വേഗമുറങ്ങൂ. എക്സാം പോയിന്റിന്റെ ഗൈഡിനെ അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ഒരു പാഠഭാഗം എടുക്കുന്നത്. പാഠഭാഗത്തിന്റെ വിശദവിവരങ്ങളെല്ലാം തന്നെ അതിൽ ലഭ്യമാണ്. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടന്നാലോ? പാഠഭാഗത്തിന്റെ പേര് ഒരിക്കൽ കൂടി പറയുന്നു, വേഗമുറങ്ങൂ. മലയാളത്തിലെ അതിപ്രശസ്തനായിട്ടുള്ള ഒരു കവിയാണ് ശ്രീ കെ സച്ചിദാനന്ദൻ. കോയമ്പറത്ത് സച്ചിദാനന്ദൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. 1946 മെയ് 28 തൃശൂർ ജില്ലയിലെ കൊടുങ്ങല്ലൂരായിരുന്നു അദ്ദേഹം ജനിച്ചത്. ജനകീയ സാംസ്കാരിക വേദിയിലെ സജീവ പങ്കാളിയായിരുന്ന ശ്രീ സച്ചിദാനന്ദൻ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ സെക്രട്ടറി ആയിട്ടും പ്രവർത്തിച്ചിട്ടുണ്ട്. 2010 കേരള സാഹിത്യ അക്കാദമി വിശിഷ്ട അംഗത്വം നൽകി അദ്ദേഹത്തെ ആദരിച്ചിരുന്നു. 2012 മറന്നുവച്ച വസ്തുക്കൾ എന്ന് പറഞ്ഞ ആ ഒരു കവിതാ സമാഹാരത്തിന് അദ്ദേഹത്തിന് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡും ലഭിച്ചിരുന്നു. അതുപോലെ കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ പ്രസിദ്ധീകരണമായ ഇന്ത്യൻ ലിറ്ററേച്ചറിന്റെ എഡിറ്റർ കൂടിയായിരുന്നു മലയാളിയായ ശ്രീ കെ സച്ചിദാനന്ദൻ. 5 സൂര്യൻ, ആത്മഗീത, ഇന്ത്യൻ സ്കെച്ചുകൾ, എഴുത്തച്ഛൻ എഴുതുമ്പോൾ, പീഡനകാലം, വേനൽ മഴ, 2 ദീർഘകാവ്യങ്ങൾ മുതലായവ അദ്ദേഹത്തിന്റെ വളരെ പ്രശസ്തമായിട്ടുള്ള ചില കൃതികളിൽ ഉള്ളതാണ്. അദ്ദേഹത്തിന്റെ പുരസ്കാരങ്ങൾ, ഒട്ടനവധി പുരസ്കാരങ്ങളും അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞിരുന്നു കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കിട്ടി. അതുകൂടാതെ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം 1989 അദ്ദേഹത്തെ തേടിയെത്തിയിരുന്നു. അതുപോലെ സമഗ്ര സംഭാവനയ്ക്കുള്ള ഒമാൻ കൾച്ചറൽ സെന്ററിന്റെ പുരസ്കാരം, കവിതാ പരിഭാഷയ്ക്കുള്ള മധ്യപ്രദേശ് ഗവൺമെന്റിന്റെ ഫെലോഷിപ്പ്, ഉള്ളൂർ പുരസ്കാരം, പി കുഞ്ഞിരാമൻ നായർ അവാർഡ്, ഓടക്കുഴൽ അവാർഡ്, വയലാർ അവാർഡ്, കേരള സാഹിത്യ അക്കാദമി ഫെലോഷിപ്പ്, കുസുമരാജ് ദേശീയ പുരസ്കാരം, അതുപോലെ ജോസഫ് മുണ്ടശ്ശേരി സാഹിത്യ പുരസ്കാരം മുതലായവ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് കവിതയിലേക്ക് കടക്കാം. ശ്രദ്ധിച്ചിരിക്കുക, ടെക്സ്റ്റ് ബുക്ക് നോക്കിയിരിക്കുക. കവിതയുടെ പേര് വേഗമുറങ്ങൂ. വേഗമുറങ്ങൂ മകളെ, വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ. ഇവിടെ പറയുകയാണ് അച്ഛൻ മകളോട് വേഗമൊന്ന് ഉറങ്ങൂ എന്ന്. വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ. കൊന്നപ്പൂ പോലെയാണ് വെയിൽ ഇങ്ങനെ ചായുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോക്കുവെയിലിന് സ്വർണ്ണ നിറമാണ് എന്ന് പറഞ്ഞാൽ വൈകുന്നേരത്തെ വെയിലിന് സ്വർണ്ണ നിറമാണ്. അതേ ഒരു നിറം തന്നെയാണ് എന്തിനുള്ളത്? കൊന്നപ്പൂവിനുള്ളത്. കൊന്നപ്പൂ നിങ്ങൾ കണ്ടു കാണുമായിരിക്കും. വിഷുവിനൊക്കെ അത്യന്താപേക്ഷിതമായിട്ടുള്ള ഒരു പൂവാണ് കൊന്നപ്പൂ. നല്ല മഞ്ഞ നിറമാണ്. ഇവിടെ വെയിലിനും എന്ത് നിറമാണെന്നാ പറയുന്നത്? കൊന്നപ്പൂവിനെ പോലെയുള്ള നിറമാണെന്നാ പറയുന്നത്. പോക്കുവെയിലിന്റെ ആ ഒരു സ്വർണ്ണ ശോഭയിൽ തിളങ്ങി നിൽക്കുന്ന പ്രകൃതിയെ കാണുമ്പോൾ കൊന്നപ്പൂ തോരണം കൊണ്ട് അലങ്കരിച്ചതുപോലെയാണ് നമുക്ക് അനുഭവപ്പെടുന്നത്, അല്ലെങ്കിൽ കവിക്ക് അനുഭവപ്പെടുന്നത്. നല്ല രീതിയിൽ പ്രകൃതിയുടെ ഒരു അലങ്കാര മഹിമ നമുക്കിവിടെ കാണാൻ കഴിയും. പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യത്തിന്റെ ഭാവതീവ്രമായിട്ടുള്ള ഒരു ആവിഷ്കാരം ഈ വരികളിൽ കാണാം. വേഗമുറങ്ങൂ മകളെ, വെയിൽ ചായുന്നു കൊന്നപ്പൂ പോലെ. അമ്പിളി പൊൻതിടമ്പേന്തും കരിക്കൊമ്പനായി രാത്രി വരുന്നു. അമ്പിളിയെ ചൂടിച്ചുകൊണ്ട് വരുന്ന കരിങ്കൊമ്പനായിട്ട് ആന, അറിയാലോ, ആനയിൽ ഇങ്ങനെ നെല്ലിപ്പട്ടമൊക്കെ ചൂട്ടി തിടമ്പേറ്റി വരുന്ന ആനയെ പോലെയാണ് രാത്രി വരുന്നത്. ഇവിടെ തിടമ്പ് എന്താണ്? ആനയുടെ അമ്പിളി അമ്മാവനാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാത്രി ആകാറായി കഴിഞ്ഞിരിക്കുന്നു, രാത്രി എത്തുന്നു, വേഗം മകളൊന്ന് ഉറങ്ങൂ എന്ന് അച്ഛൻ പറയുകയാണ്. മാനും മുയലും ഉറങ്ങി, കാടും ആറും കടലും അടങ്ങി. പ്രകൃതിയിലെ ഓരോ ജീവജാലങ്ങൾ ഇങ്ങനെ പയ്യെ പയ്യെ ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. മാൻ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, മയിൽ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, മുയൽ ഉറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതുപോലെ കാടും ആറും കടലും അടങ്ങി. കാടാണെങ്കിലും പയ്യെ രാത്രിയുടെ നിശബ്ദതയിലേക്ക് ആണ്ട് കഴിഞ്ഞിരിക്കുന്നു. ആറാണെങ്കിലും ഉറക്കത്തിലേക്ക്, ആറെന്ന് പറഞ്ഞാൽ നദി എന്നാണ് അർത്ഥം. നദി ഇങ്ങനെ ഉറക്കത്തിലേക്ക് വഴുതി വീണിരിക്കുന്നു. കടലും അതിൻ്റെ ശാന്തമായിട്ട് ഉറക്കത്തെ സ്വീകരിച്ചു കഴിഞ്ഞിരിക്കുന്നു. പായലിൽ മീൻ മിഴി പൂട്ടി. നല്ല പായലുള്ള നദീ തീരത്താണ് അല്ലെങ്കിൽ നദിയിലാണ് ആര് കിടക്കുന്നത്?
മീൻ കിടക്കുന്നത്. ആ മീനാണെങ്കിൽ പായലിന്റെ ആ ഒരു നീലിമയില് നല്ല രീതിയിൽ ഉറക്കത്തിലേക്ക് ഇങ്ങനെ കണ്ണുമിഴിച്ചിങ്ങനെ കാത്തിരിക്കുകയാണ്. നീലക്കായലിൻ സ്വപ്നമായി സൂര്യൻ. നീലക്കായലിന്റെ ഒരു സ്വപ്നം എന്നോളം സൂര്യനും പയ്യെ പടിഞ്ഞാറ് അസ്തമിച്ചു കഴിഞ്ഞിരിക്കുന്നു. പ്രകൃതി മുഴുവൻ, ലോകം മുഴുവൻ ഉറക്കത്തിലേക്ക് വഴുതി വീഴുന്നു എന്നുള്ള സൂചനയാണ് നമുക്കിവിടെ നൽകിയിരിക്കുന്നത്. പക്ഷിയും പാട്ടും മടങ്ങി കൂട്ടിൽ, അക്ഷരം ഏട്ടിൽ മയങ്ങി. പക്ഷികളാണെങ്കിലും അവരുടെ കൂട്ടിലേക്ക് അണഞ്ഞിരിക്കുന്നു. അവരാണെങ്കിലും എല്ലാ തരത്തിലുള്ള ജോലിയും മാറ്റിവെച്ചുകൊണ്ട് ഉറക്കത്തിലേക്ക് വഴുതി വീഴുകയാണ്. പാട്ടും മടങ്ങി കൂട്ടിൽ, അവരുടെ ആ പാട്ടെല്ലാം തന്നെ കൂട്ടിൽ ഇപ്പോൾ നിശബ്ദമായി കിടക്കുന്നു. ഇപ്പോൾ കിളിയുടെ കളകളാരവങ്ങളോ അവരുടെ പാട്ടോ താളോ ഒച്ചയോ ബഹളോ ഒന്നുമില്ല. പ്രകൃതി ആകെ മൊത്തം ഉറക്കത്തിലേക്ക് വഴുതിയിരിക്കുകയാണ്. അക്ഷരം ഏട്ടിൽ മയങ്ങി. അറിവാണെങ്കിലും അക്ഷരമാണെങ്കിലും പുസ്തകത്തിന്റെ ആ ഒരു ഉള്ളിൽ ഇങ്ങനെ മയങ്ങി കിടക്കുകയാണ്. ശാന്തമായിട്ടുള്ളൊരു അനുഭവമാണ് ഇവിടെ കവി പറഞ്ഞിരിക്കുന്നത്. മാനും മുയലും അതുപോലെ കാടും ആറും മീനും നീലക്കായലിന്റെ സ്വപ്നമായി സൂര്യനും പക്ഷിയും പാട്ടും അറിവും അക്ഷരങ്ങളും എല്ലാം തന്നെ മയങ്ങി കഴിഞ്ഞിരിക്കുന്നു. ഉറക്കത്തിന്റെ വിസ്മൃതിയിലേക്ക് ആണ്ടുപോയിരിക്കുന്നു. മോളും വളരെ വേഗം ഒന്ന് ഉറങ്ങൂ എന്നാണ് അച്ഛൻ പറയുന്നത്. നല്ല രീതിയിൽ ഉറങ്ങിക്കഴിഞ്ഞാൽ മകൾക്കുണ്ടാകുന്ന സ്വപ്നത്തെ പറ്റിയും അതിന്റെ സൗന്ദര്യത്തെ പറ്റിയുമാണ് അടുത്തുള്ള വരികളിൽ സച്ചിദാനന്ദൻ പറയുന്നത്. നീ ഉറങ്ങുമ്പോൾ മകളെ ലോകം നീലമയിലിനെ പോലെ, നിൻ മിഴിക്കുള്ളിൽ മകളെ കല്ലും പുല്ലും ഏറുന്നു ചിറകിൽ. എന്താണ് അർത്ഥം? നീ ഉറങ്ങുമ്പോൾ മകളെ ലോകം നീലമയിലിനെ പോലെ, മകളുടെ ഉറക്കത്തിൽ വിരിയുന്ന ആ ഒരു സ്വപ്നങ്ങളുടെ ലോകം അതൊരു നീല മയിലിനെ പോലെയാണെന്നാണ്. അത്രയും വർണ്ണങ്ങൾ നിറഞ്ഞത്. മയിലില്ലേ, മയിൽ നല്ല രീതിയിൽ പീലി വിടർത്തിയാടുന്ന വർണ്ണപരമായിട്ടുള്ള നല്ല മനോഹരമായിട്ടുള്ള ഒരു അനുഭവമാണ്. പല നിറങ്ങളിൽ ഇങ്ങനെ നീർത്തിയാടുന്നതായിരിക്കും നിന്റെ സ്വപ്നം എന്നാണ് ഇവിടെ കവി പറയുന്നത്. നിൻ മിഴിക്കുള്ളിൽ മകളെ കല്ലും പുല്ലും ഏറുന്നു ചിറകിൽ. അതുപോലെ രാത്രിയുടെ നീലിമയാർന്ന ആകാശത്തെയാണ് ഇവിടെ കവി വർണ്ണിച്ചിരിക്കുന്നത്. മലനിരകളും വൃക്ഷത്തോപ്പുകളും നിഴൽ കലർന്ന ആകാശ കാഴ്ചയും നിന്റെ സ്വപ്നത്തിൽ നിറഞ്ഞിരിക്കുമെന്ന് കവി പറയുകയാണ്. മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട്, സുന്ദര സ്വപ്നങ്ങൾ ഏറ്റുകൊണ്ട് നിനക്ക് ഉറങ്ങാൻ കഴിയും മകളെ എന്ന് കവി പറയുകയാണ്. നീ മയങ്ങുമ്പോൾ കിനാവിൽ കൊടും പോർനിലം പൂക്കളമാകും. നീ ഉറങ്ങുന്ന സമയത്ത് സ്വപ്നത്തിൽ പോർക്കളം പോലും എന്താണ്, പൂക്കളമാകുമെന്നാണ് പറയുന്നത്. ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങളെയാണ് ഇവിടെ പോർക്കളമായിട്ട് കവി അവതരിപ്പിക്കുന്നത്. അവയെല്ലാം മറന്നുകൊണ്ട് ശുഭപ്രതീക്ഷയുടെ ഒരു പൂക്കളം മോളുടെ സ്വപ്നത്തിൽ നിറയുമെന്നാണ് കവി പ്രതീക്ഷിക്കുന്നത്. അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. വറ്റും പുഴയിൽ നീർപ്പാടും തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ. അടുത്തത് നിലാവിനെ പറ്റിയിട്ടാണ് പറയുന്നത്. അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. നിലാവ് എന്ന് പറഞ്ഞാൽ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. ഒരു അമ്മയുടെ സാമീപ്യമാണ് നിലാവിലൂടെ വന്നു ചേരുന്നത്. അമ്മയുടെ സ്നേഹം പോലെ പാൽ നിലാവ് ഈ പ്രപഞ്ചമാകെ ഇങ്ങനെ നല്ല മനോഹരമായിട്ട് വിരിഞ്ഞു നിൽക്കുകയാണ്. നിലാവ് പകരുന്ന ഈ ഒരു പ്രകൃതിയിൽ ലയിച്ചിരിക്കുന്ന ഒരാൾക്കും അമ്മയുടെ മാറിൽ ചേർന്ന് കിടക്കുന്ന ഒരു കുഞ്ഞിനുണ്ടാകുന്ന ഒരു അനുഭവം തന്നെയാണ്, ആ ഒരു നിർവൃതിയാണ് നമുക്കുണ്ടാകുന്നത് കവി പറയുന്നത്. മനസ്സിലായോ? അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. നിലാവ് മനസ്സിന് സന്തോഷവും സമാധാനവും നൽകുന്നതാണ്. അമ്മയുടെ സ്നേഹം എന്നോണം ഈ പ്രപഞ്ചത്തിൽ മുഴുവൻ നിലാവ് വ്യാപിച്ചിരിക്കുന്നു. അമ്മയുടെ മടിത്തട്ടിൽ കിടക്കുന്ന അതേ ഒരു രീതി തന്നെയാണ്, അതേ ഒരു നിർവൃതി തന്നെയാണ് പ്രകൃതിയുടെ മടിത്തട്ടിൽ ലയിച്ചു കിടക്കുന്ന ഏതൊരാൾക്കും ഉണ്ടാകുന്നതെന്ന് നമുക്കിവിടെ സൂചന. വറ്റും പുഴയിൽ നീർപ്പാടും തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ. വറ്റും പുഴയിൽ നീർപ്പാടും തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ. മോളുടെ സ്വപ്നത്തില് പുഴ എന്ന് പറഞ്ഞ് വറ്റിപ്പോയ ഒരു പുഴയിൽ പോലും എന്താണ്, വെള്ളം ഇങ്ങനെ കുതിച്ചൊഴുകും. അതുപോലെ തന്നെ തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ. കാടൊക്കെ ഉണങ്ങിപ്പോയ, വെയിൽ കാരണം ഉണങ്ങിപ്പോയ ആ ഒരു കാട്ടിൽ പോലും നല്ല രീതിയിൽ തളിർ വരും. നല്ല രീതിയിൽ പ്രകൃതിയുടെ ആ ഒരു സൗന്ദര്യം മോളുടെ സ്വപ്നത്തിൽ ദർശിക്കാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് കവി ഇവിടെ പങ്കുവെക്കുന്നത്. അമ്മയില്ലാത്തവർക്കെല്ലാം അപ്പോൾ അമ്മയായി ഞാൻ നിലാവാകും. വറ്റും പുഴയിൽ നീർപ്പാടും തളിർ മുറ്റും ഉണങ്ങിയ കാട്ടിൽ. വേഗമുറങ്ങു മകളെ, രാവിൻ പൂമരം പൂത്തുലയുന്നു. കാറ്റിൻ ചുമലിലെ കാണാ ചെണ്ട ചാറ്റൽ മഴ തൻ ഇരമ്പം.
ഇവിടെ ആ ഒരു പറയുന്ന കാറ്റില് കാറ്റെത്തുന്നത് പലതരം ശബ്ദങ്ങളിലൂടെയാണ്. ദലമർമരങ്ങളും അതുപോലെ ചില്ലകൾ ആടിയുലയുന്ന ശബ്ദങ്ങളും എല്ലാം ചേർന്ന് വാദ്യഘോഷത്തിന്റെ ഒരു നാദവുമായിട്ടാണ് കാറ്റെത്തുന്നത്. ഈ ശബ്ദങ്ങളെയാണ് ഇവിടെ കാണാ ചെണ്ട എന്ന് പറഞ്ഞുകൊണ്ട് കവി വർണ്ണിച്ചിരിക്കുന്നത്. ചാറ്റൽ മഴ തന്നിരമ്പം വേഗമുറങ്ങൂ മകളെ വേഗമുറങ്ങൂ മലരെ. ചാറ്റൽ മഴ തന്നിരമ്പ, ചാറ്റൽ മഴയുടെ ആ ഒരു താളം, ചാറ്റൽ മഴ ഉണ്ടാകുന്ന സമയത്തുള്ള ആ ഒരു ഇരമ്പലുണ്ട്, ആ ഒരു ഒച്ചയുണ്ട്, നാദമുണ്ട്. അതുപോലെ തന്നെ ആ ഒരു താളം കേട്ടുകൊണ്ട് നല്ല രീതിയിലുള്ള സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് ദലമർമരകളും ചില്ലകളും ആടിയുലയുന്ന ആ ഒരു ചില്ലകളുടെ ശബ്ദവും ഇതെല്ലാം തന്നെ ഒരു വാദ്യഘോഷത്തിന്റെ അനുഭവമായിട്ടാണ് എത്തുന്നത്. അതെല്ലാം തന്നെ കേട്ടുകൊണ്ട് നല്ല സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് മനോഹരമായി ഉറങ്ങൂ മകളെ, എൻ്റെ പൂ പോലെയുള്ള മലരെ, മലരെ എന്ന് പറഞ്ഞാൽ പൂവെന്നാണ് അർത്ഥം. അത്തരത്തിൽ പൂ പോലെയുള്ള മകളെ നീ നല്ല രീതിയിൽ സ്വപ്നം കണ്ട് വേഗം ഉറങ്ങൂ എന്നാണ് ഇവിടെ കവി പറയുന്നത്. അത്തരത്തിൽ മനോഹരമായിട്ടുള്ള ഒരു ഒരു സ്നേഹത്തിന്റെ, ഒരു വാത്സല്യത്തിന്റെ ഒരു ചാരുത നമുക്കിവിടെ ദർശിക്കാനായിട്ട് കഴിയും. വളരെ മനോഹരമായിട്ടുള്ള ഒരു ഉറക്കുപാട്ട് തന്നെയാണ് ഈ ഒരു കവിത എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. ഈ ഒരു പാഠഭാഗത്തിലെ ചില വാക്കുകളൊക്കെ നമ്മൾ ശ്രദ്ധിച്ചിരുന്നു. അതിനകത്താണ് പൂക്കളമാകുന്ന പോർക്കളം എന്നുള്ള ഒരു വരി വന്നിരുന്നു. അതിൻ്റെയൊക്കെ അർത്ഥം ഒന്ന് പറയാൻ നമ്മൾ പറഞ്ഞു പോയതാണ്. ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങളെയാണ് ഈ ഒരു പ്രധാനപ്പെട്ട ഈ ഒരു വിശകലനം ചെയ്യാമെന്നുള്ള ഒരു ഭാഗത്തിൽ തന്നിരിക്കുന്ന 2-3 പോയിന്റുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതൊന്ന് ശ്രദ്ധിച്ചു നോക്കുക. ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു സംഘർഷങ്ങളെയാണ് ഇവിടെ പോർക്കളമായിട്ട് കവി കൽപ്പിച്ചിരിക്കുന്നത്. ഉറങ്ങുമ്പോൾ അവയെല്ലാം മറന്നുകൊണ്ട് ശുഭപ്രതീക്ഷയുടെ പൂക്കളം സ്വപ്നത്തിൽ നിറയുമെന്നാണ് കവി ഇവിടെ സൂചിപ്പിക്കുന്നത്. രണ്ടാമതൊരെണ്ണമാണ് അമ്മയില്ലാത്തവർക്ക് അമ്മയാവുന്ന നിലാവ്. കവിതയുടെ അവസാന വരികളിൽ നമ്മൾ പഠിച്ചു പോയതാണത്. അതും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്: നിലാവ് എന്ന് പറഞ്ഞ മനസ്സിന് ശാന്തിയും സമാധാനവും നൽകുന്നതാണ്. ഒരമ്മയുടെ സാമീപ്യം തന്നെയാണ് നിലാവ് നമുക്ക് പകർന്നു തരുന്നത്. പാൽ നിലാവ് പ്രകൃതിയുടെ ഒരു സ്നേഹസ്പർശം തന്നെയാണ്. ആ ഒരു പാൽനിലാവ് എല്ലാ രീതിയിലും ഇങ്ങനെ ലോകത്ത് വ്യാപിച്ചിരിക്കുന്നുണ്ട്. അതേ രീതിയിൽ തന്നെ അമ്മയുടെ സ്നേഹവും ലോകത്തിൽ വ്യാപിച്ചിരിക്കുന്നു. അമ്മയുടെ മടിത്തട്ടിൽ കിടന്ന് ഉറങ്ങുന്ന അതേ ഒരു രീതി തന്നെയാണ് പ്രകൃതിയുടെ ആ ഒരു സ്നേഹം നമുക്ക് നിർവൃതിയായി പകർന്നു നൽകുന്നത്. അതുപോലെ തന്നെ മറ്റൊരു കാര്യമാണ് കാറ്റിൻ ചുമലിലെ കാണാച്ചെണ്ട്. അത് കാറ്റിനെ പറ്റിയിട്ടാണ് പറയുന്നത്. കാറ്റെത്തുന്നത് പലതരം ശബ്ദങ്ങളായിട്ടാണ്. നല്ല കാറ്റ് വീശുമ്പോൾ നല്ല രസമാണ്. പല ഒച്ചകളും നമുക്ക് കേൾക്കാൻ കഴിയും. ദലമർമരങ്ങൾ ഉണ്ടാവും. ദലമർമരം എന്ന് പറഞ്ഞാൽ ഇലകൾ ഇങ്ങനെ കൂട്ടിമുട്ടുന്ന ശബ്ദമാണ്. ആ ദലമർമരകളും അതുപോലെ ചില്ലകൾ ആടിയുലയുന്ന ശബ്ദങ്ങളും എല്ലാം ചേർന്നൊരു വാദ്യഘോഷത്തിന്റെ, നല്ല രീതിയിലുള്ളൊരു ആഘോഷത്തിന്റെ ഒരു നാദം പോലെയാണ് കാറ്റെത്തുന്നത്. ഈ ശബ്ദങ്ങളെയാണ് കാണാച്ചെണ്ടായിട്ട് കവി ഇവിടെ വർണ്ണിച്ചിരിക്കുന്നത്. എല്ലാം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്കിനി ചോദ്യങ്ങളിലേക്ക് ഒന്ന് കടന്നാലോ? ചോദ്യം ഇതാണ്: മകളുടെ ഉറക്കത്തിന് അമ്മയായ പ്രകൃതി ഒരുക്കുന്നത് എന്തെല്ലാമാണ്? ഉത്തരം ഇതാണ്: മകൾ ഉറങ്ങുമ്പോൾ സ്വപ്നത്തിൽ ലോകം നീലമയിലിനെ പോലെ വർണ്ണങ്ങൾ നിറഞ്ഞതാകും. മയിൽ ഇങ്ങനെ പീലി വിടർത്തി ഇങ്ങനെ ആടുന്നത് നല്ല ഭംഗിയാണ്. അതുപോലെ അവളുടെ സ്വപ്നം മാറുമെന്നാ പറയുന്നത്. നല്ല സന്തോഷമുള്ള അനുഭവമായിരിക്കാം സ്വപ്നങ്ങളിൽ അവർക്ക് കിട്ടുന്നത്. അവളുടെ മിഴിക്കുള്ളിൽ കല്ലുകളും പുൽക്കൊടികളും പോലും സ്വപ്നത്തിന്റെ ചിറകേറി ഉയരുന്നു. അവളുടെ കണ്ണുകളിൽ എന്തൊക്കെയാണ്? കല്ലുകളും പുൽക്കൊടികളും പോലും സ്വപ്നത്തിന്റെ ചിറകേറി ഉയരുന്നു എന്ന് പറഞ്ഞാൽ പ്രകൃതിയുടെ ഓരോ കാര്യങ്ങള്, നല്ല രീതിയിലുള്ള മരങ്ങളും അതുപോലെ ചെടികളും മനോഹരമായിട്ടുള്ള പ്രകൃതിയുടെ ദൃശ്യങ്ങളെല്ലാം തന്നെ അവൾ മയങ്ങുമ്പോൾ കാണാൻ കഴിയുമെന്ന്. അതുപോലെ അവൾ മയങ്ങുമ്പോൾ അവളുടെ സ്വപ്നത്തിൽ യുദ്ധക്കളം പോലും പൂക്കളമായി മാറും എന്ന് കൂടി പറയുന്നു. ഇവിടെ പോർക്കളം എന്ന് പറയുന്നുണ്ട്. ജീവിതത്തിൽ അനുഭവിക്കുന്ന സംഘർഷങ്ങളാണ് ഈ ഒരു പോർക്കളം. ആ പോർക്കളം ഒക്കെ മാറ്റിവെച്ചുകൊണ്ട്, മോശപ്പെട്ട അനുഭവങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട് സന്തോഷത്തിന്റെ ഒരു പ്രതീകം, ഒരു പൂന്തോട്ടം അവിടെ ദൃശ്യമാകുമെന്ന് കൂടി കവി പറയുന്നു. അതുപോലെ തന്നെ എല്ലാ രീതിയിലും അമ്മയാകുന്ന പ്രകൃതി ഇവിടെ കുട്ടിയെ ആശംസിക്കുന്നു എന്നുകൂടി കവി ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അപ്പോൾ അമ്മയില്ലാത്തവർക്ക് പോലും അമ്മയുടെ സ്നേഹം പകർന്ന് പ്രകൃതി ഒരു നിലാവായി മാറുമെന്ന് കൂടി പറയുന്നുണ്ട്. ശാന്തമായിട്ടുള്ള ആ ഒരു ഉറക്കത്തിൽ പുഴയിലെല്ലാം നീര് നിറഞ്ഞ് ഓളങ്ങൾ ശ്രുതി മീട്ടുമെന്നും, അതുപോലെ ഉണങ്ങിയ ആ ഒരു കാടുകളിൽ തളിർനാമ്പുകൾ, ഉണങ്ങിപ്പോയ കാട്ടിൽ പോലും നല്ല തളിർനാമ്പുകൾ, ചെടികളും വൃക്ഷങ്ങളും എല്ലാം വിരിഞ്ഞ് ഭംഗിയായി നിൽക്കുമെന്നും, അപ്പോൾ തന്നെ പ്രകൃതിയിൽ ചാറ്റൽ മഴ നിറയുമെന്നുകൂടി ഈ ഒരു അമ്മ പറയുന്നു, പ്രകൃതിയാകുന്ന അമ്മ പറയുന്നുണ്ട്. അപ്പൊ എല്ലാ രീതിയിലും കുട്ടി ഉറങ്ങിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ള സ്വപ്നങ്ങൾ കണ്ട് നിനക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് പ്രകൃതി
പ്രകൃതിയുടെ ആ ഒരു ശീതള ചായ്മയിൽ നിനക്ക് ലയിക്കാൻ കഴിയുമെന്ന് കൂടി കവി ഇവിടെ പറയുകയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു താരാട്ടുപാട്ട് തന്നെയാണ് വേഗമുറങ്ങൂ എന്ന സച്ചിദാനന്ദന്റെ ഈ ഒരു കവിത. അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകളൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അതുപോലെ ചോദ്യോത്തരങ്ങൾ ഡിസ്കസ് ചെയ്തു. ഇതൊക്കെ ഒന്ന് ഓരോ വരികളൊന്ന് വായിച്ച് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അറിയാത്ത പദങ്ങളെല്ലാം തന്നെ എക്സാം പോയിന്റിന്റെ ഗൈഡിൽ കിടക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാഠഭാഗത്തിന്റെ ആശയം, ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ അതിനകത്ത് ലഭ്യമാണ്. അതൊക്കെ ഒന്ന് നല്ല രീതിയിൽ ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. മറ്റൊരു ക്ലാസ്സിലൂടെ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു, ബൈ.